Good morning, all. Good morning, ma'am. Quality assurance and നാമെന്നുള്ള ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയില്ലേ? ചാപ്റ്റർ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആ ഒരു ചാപ്റ്റർ ക്ലിയർ ആണോ? നോക്കിയോ? ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസാസ്റ്റർ കേട്ടിട്ടുണ്ട് അല്ലേ? ഡിസാസ്റ്റർ കേട്ടിട്ടുണ്ടോ? ദുരന്തം അല്ലേ? ദുരന്തം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ? ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണോ? എൻവയോൺമെന്റ് ഡിസാസ്റ്റർ ഉണ്ട്, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ? റിയോട്സ്, സ്ഫോടനങ്ങള്, അതൊക്കെ എന്താണ്? മാൻമെയ്ഡ് ആയിട്ടുള്ള യുദ്ധങ്ങള് അല്ലെ? വാറുകളൊക്കെ എന്താണ്? മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണ് അല്ലെ? അപ്പൊ ആ ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് നമ്മുടെ മാൻമെയ്ഡ് ആയിക്കോട്ടെ, അതല്ലാണ്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇന്നോ ഒരു 4 വർഷം മുമ്പ് അല്ലെങ്കിൽ 5 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണോ? അല്ല അല്ലെ? എന്താണ്? മനുഷ്യരാശിയുടെ അല്ലെ ആരംഭം മുതൽ തന്നെ അല്ലെ? ചരിത്രം മുതൽ തന്നെ എന്താണ് നമ്മുടെ ഡിസാസ്റ്റേഴ്സ് നിലവിലുണ്ട് അല്ലെ? നമ്മ പണ്ടുള്ളവര് പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ? എന്താണ്? വെള്ളപ്പൊക്കം വന്നത് അല്ലെ? കേട്ടിട്ടുണ്ടോ? യുദ്ധങ്ങൾ ഉണ്ടായത് അല്ലെ? ആണോ? ആണ് അല്ലെ? അപ്പൊ ഡിസാസ്റ്റർ നമുക്ക് പൊതുവെ എങ്ങനെ പറയാം? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? നാശങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ? എക്കണോമിക്കലി, സാമ്പത്തികപരമായിട്ടും അല്ലാണ്ടും മനുഷ്യന് ഫിസിക്കലായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ? ഡിസ്ട്രക്ഷൻ ഉണ്ടോ? ഒരു ഫ്ലഡ് വന്നു, അല്ലെങ്കിൽ ഒരു സുനാമി വന്നു, അല്ലെങ്കിൽ ഒരു ബോംബ് സ്ഫോടനം വന്നു അല്ലെ? ഒരുപാട് നാശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ പിന്നെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? ഇക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ അല്ലെ? പാരിസ്ഥിതിക വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? നമ്മുടെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്താണ്? പരിസ്ഥിതിയിലെ വിഘ്നങ്ങൾ, തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ ലാസ്റ്റ് വയനാട് ദുരന്തമൊക്കെ കേട്ടപ്പോ എന്താണ്? പിന്നെ ആ ഒരു പ്രദേശത്തെ ആളുകൾ ഉണ്ടോ? അതിക്ക് മുമ്പ് കാണിച്ചത് ആ വീടുകളെല്ലാം നശിച്ചു പോകുന്നുണ്ട് അല്ലെ? അവിടെയുള്ള ആ ഒരു ഭൂപ്രകൃതിക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? പാരിസ്ഥിതിക നാച്ചുറലി ആയിട്ടുള്ള വിഘ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? മനുഷ്യജീവന്റെ നഷ്ടം സംഭവിക്കുന്നുണ്ടോ? മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ? ആണോ? മരണങ്ങൾ മാത്രമാണോ സംഭവിക്കുന്നത്? മരണങ്ങൾ മാത്രമാണോ സംഭവിക്കുന്നത്? അവർക്ക് പരിക്കുകൾ, ഇഞ്ചുറീസ് അല്ലെ? കാലറ്റു പോകുന്നുണ്ട്, കൈയറ്റു പോകുന്നുണ്ട് അല്ലെ? അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഇഞ്ചുറീസ് പറ്റുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? ഡിറ്റീരിയറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ് അല്ലെ? നമുക്ക് ആരോഗ്യ സേവനങ്ങളുടെ സ്കെയിലിലെ അപജയം എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യ മേഖലയിലെ സക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് ആയിട്ടുള്ള അല്ലെ? ആരോഗ്യമുള്ള ആളുകളാണ് അല്ലെ? പക്ഷെ എന്താണ്? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനുഷ്യർക്ക് അല്ലെ? ഹ്യൂമൻസിന് എന്താണ്? ഫിസിക്കലി എന്താണ്? പിന്നെ മെന്റലി, സൈക്കോളജിക്കലി അവർക്ക് ഒരുപാട് സൈക്കോളജിക്കലി അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെ? ചിലർക്ക് എന്താണ്? ഡിപ്രഷനിലേക്കൊക്കെ പോകാറുണ്ട് അല്ലെ? ആ ഒരു ദുരന്തം നേരിട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആളുകൾ അല്ലെ? റിലേറ്റീവ്സ്, അവരുടെ പാരന്റ്സ് നഷ്ടപ്പെടാ, അവരുടെ മക്കള് നഷ്ടപ്പെടാ, അങ്ങനെയൊക്കെ വരുമ്പോ ഭർത്താവ് നഷ്ടപ്പെടുമ്പോ അവർക്ക് എന്താണ്? സൈക്കോളജിക്കലി അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അല്ലെ? താങ്ങാൻ പറ്റൂല. അപ്പൊ എന്താണ്? ഡിറ്റീരിയറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ്. കൂടാതെ നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ മിസ്, അതൊരു ഡെഫിനിഷൻ ആണ് കേട്ടോ. ഓരോന്ന് പറഞ്ഞിട്ട് മിസ് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു തരാം.
നെക്സ്റ്റ് എന്താണ് സഫീഷ്യന്റ് ടു വാറന്റ് an extraordinary response from outside the affected community or areas. ഇപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ഒരു ദുരന്തം സംഭവിച്ചു, ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാല് ആ ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ മാത്രം പ്രതികരണമാണോ ആവശ്യമുള്ളത്? നമുക്കറിയാം ഇപ്പൊ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് അല്ലെ ഓരോരുത്തരും സ്ഥലത്ത് നിന്നും ഓരോ സന്നദ്ധ സംഘടനകള് അല്ലെ ഓരോ ആൾക്കാരൊക്കെ പോയി അവരെ രക്ഷിക്കാൻ പോയില്ലേ? അവർക്ക് വേണ്ട ഫുഡുകൾ എത്തിച്ചു കൊടുത്തു, അവർക്ക് വേണ്ട മരുന്നുകൾ എത്തിച്ചു കൊടുത്തു അല്ലെ? ആണോ ആണോ കേട്ടോ? രക്ഷാപ്രവർത്തനങ്ങൾക്ക് സന്നദ്ധ സംഘടനകള് ഓരോ ഓർഗനൈസേഷനുകളൊക്കെ പോയി എന്താണ് അവിടുത്തെ ആ ഒരു മണ്ണിടിച്ചിലുണ്ടായ ഒരു ഭാഗത്ത് നിന്ന് ആൾക്കാരെ രക്ഷിക്കാനായാലും അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യിക്കാനായാലും അവർക്ക് വേണ്ട മരുന്നുകൾ എത്തിച്ചു കൊടുക്കാനായാലും അവർക്ക് വേണ്ട ഫുഡ് ക്ലോത്ത്സ് എത്തിച്ചു കൊടുക്കാനായിട്ടും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആളുകൾ മാത്രമാണോ ചെന്നത്? നമ്മന്ന് വയനാട് ദുരന്തം ഉണ്ടായപ്പോഴ് നമ്മ നെറ്റില് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വന്നൊരു കമന്റ് അല്ല ഒരു ചർച്ച ആയിപ്പെട്ട വിഷയം എന്താണ്? അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനായിട്ട് ഒരു സ്ത്രീ മുൻപോട്ട് വന്നത് അല്ലേ? കേട്ടത് കേട്ടോ? ഒരു ഓട്ടോറിക്ഷക്കാരന്റെ വൈഫ് അല്ലെ അവിടുത്തെ ഒരു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനായിട്ട് അല്ലെ മുലയൂട്ടാനായിട്ട് മുന്നോട്ട് വന്നത്. അതൊക്കെ എന്താണ്? ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളാണോ? ആ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന ആളുകളാണോ ആ വന്നത്? പുറത്തു നിന്നുള്ള ആളുകളാണ് അല്ലെ? ക്ലിയർ ആണോ? അപ്പൊ എന്താണ് ആ ഒരു ബാധിതരായിട്ടുള്ള ആ ഒരു സമൂഹത്തിന് റെസ്പോൺസ് കൊടുക്കുന്നതിന് വേണ്ടി, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവർക്ക് വേണ്ട കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഔട്ട്സൈഡ് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ആ എഫക്റ്റഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നോ അതല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് പുറത്തു നിന്നോ എന്താണ് അസാധാരണമായിട്ടുള്ള പ്രതികരണങ്ങൾ അല്ലെ റെസ്പോൺസുകൾ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഏതൊരു കാര്യത്തെയും നമുക്ക് എന്ത് പറയാം? ഡിസാസ്റ്റർ എന്ന് പറയാം അല്ലെ? നാശങ്ങൾ സംഭവിക്കുന്നത്, എക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ അല്ലെ, പാരിസ്ഥിതിക വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നത്, മനുഷ്യജീവന്റെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ ആരോഗ്യ സേവനങ്ങളുടെ സ്കെയിലിൽ അപജയങ്ങൾ, അതായത് അതിന് ഫെയിലിയർ സംഭവിക്കുന്നത്, കൂടാതെ ആ ഒരു ഡിസാസ്റ്റർ എഫക്ട് ബാധിച്ച ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും അതിന് പുറത്തു നിന്നുള്ള ആളുകളുടെ അസാധാരണമായ പ്രതികരണം ഉണ്ടാക്കുന്ന ഏതൊരു സംഭവത്തെയും നമുക്ക് എന്ത് പറയാം? ഡിസാസ്റ്റർ എന്ന് പറയാം. ഓക്കെ ആണോ അത്? അപ്പൊ നമുക്കിപ്പോ ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ മിസ് പറഞ്ഞത് ഡിസാസ്റ്ററിനെ കുറിച്ച്. നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ് മിസ് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് കണ്ടോ ഒരു ഡിസാസ്റ്റർ ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ടോ? അതാണ് മിസ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നോക്കിയേ, WHO define disaster as any occurrence that cause. എന്താണ് ഡിസാസ്റ്റർ? എന്താണ് any occurrence that അല്ലെ താഴെ തന്നിരിക്കുന്ന കാരണങ്ങൾക്ക് കാരണമാകുന്ന ഏതൊരു സംഭവത്തെയും നമുക്ക് എന്ത് പറയാം? ഡിസാസ്റ്റർ എന്ന് പറയാമെന്നാണ് WHO പറയുന്നത്. അത് എന്തൊക്കെയാണ്? ഡാമേജ് അല്ലെ, നാശങ്ങൾ സംഭവിക്കാൻ. എക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ എന്നുണ്ട് കേട്ടോ. ഡിസ്ട്രക്ഷന് മുമ്പ് എക്കോളജിക്കൽ എന്നുള്ളൊരു വേർഡും കൂടി ഉണ്ട്. പാരിസ്ഥിതിക വിഘ്നങ്ങൾ സംഭവിക്കാം ഉണ്ട് അല്ലെ? ഓക്കെ, പാരിസ്ഥിതിക വിഘ്നങ്ങൾ സംഭവിക്കാം. ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് അല്ലെ, മനുഷ്യജീവന്റെ നഷ്ടം സംഭവിക്കാം. ഡിറ്റീരിയോറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ് ഓൺ എ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോമിണ്ടോ? ആരോഗ്യ സേവനങ്ങളിലെ സ്കെയിലിലെ അപജയം, അതായത് ഫെയിലിയർ സംഭവിക്കുന്ന അല്ലെ, മനുഷ്യന്മാർക്ക് ഇഞ്ചുറി സംഭവിക്കാം, അവർക്ക് സൈക്കോളജിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന ഏതൊരു സംഭവത്തെയും അല്ലെ. നെക്സ്റ്റ് പറയുന്നത് സഫിഷ്യന്റ് ടു വാറന്റ് an extraordinary response from outside the affected community or areas അല്ലെ. എന്താണ് ആ ഒരു ഡിസാസ്റ്റർ, ആ ഒരു പ്രശ്നം ബാധിച്ച കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകളുടെ അസാധാരണമായ പ്രതികരണം അല്ലെ, എക്സ്ട്രാ ഓർഡിനറി റെസ്പോൺസ്. അവര് എന്താണ് ആ ഒരു പ്രദേശത്ത് നിന്നുള്ള ആളുകളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ,
അവർക്കുള്ള ഫുഡുകള്, അവർക്കുള്ള ട്രീറ്റ്മെന്റുകള്, അവർക്കുള്ള മെഡിസിനുകള്, അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങള്, അല്ലെ, അവർക്ക് കൈത്താങ്ങാകുന്നതിന് വേണ്ടിയൊക്കെ എന്താണ് പുറത്തു നിന്നുള്ള ആളുകളുടെ അസാധാരണമായ പ്രതികരണം ഉണ്ടാക്കുന്ന ഏതൊരു സംഭവത്തെയും നമുക്ക് എന്ത് പറയാം? ഡിസാസ്റ്റർ എന്ന് പറയാം. 2019 നമുക്ക് പ്രളയം ഉണ്ടായില്ലേ? ഓർമ്മയുണ്ടോ? അപ്പൊ ഈ ക്യാമ്പിലൊക്കെ താമസിച്ചവർക്കൊക്കെ നല്ല ഒരു ഇതായിരിക്കും അല്ലെ? അവിടെ 2018 സോറി മാറിപ്പോയി, 2018 അപ്പൊ ആ ഒരു സമയത്ത് അവരെ എന്താണ് ആ ഒരു പ്രദേശത്ത് നിന്നുള്ള ആളുകൾ മാത്രമാണ് അവരെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വന്നത്? അല്ല, അല്ലെ? പുറത്തു നിന്നുള്ള അല്ലെ, നമുക്ക് ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ ഒരുപാട് സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ? ഭക്ഷണങ്ങളൊക്കെ വണ്ടിയിൽ പല സ്ഥലത്ത് നിന്ന് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുമുള്ള റെസ്പോൺസ് അല്ല അല്ലെ, അതിന് പുറത്തു നിന്നുള്ള ആളുകളുടെയും അസാധാരണമായ പ്രതികരണങ്ങളെ നമ്മൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഏതൊരു സംഭവത്തെയും നമുക്ക് എന്ത് പറയാം? ഡിസാസ്റ്റർ എന്ന് പറയാം എന്നാണ് നമ്മുടെ WHO പറയുന്നത്. ഓക്കെ ആണോ? ഡെഫിനിഷൻ ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് നമുക്ക് ഡിസാസ്റ്ററിന്റെ ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ ഒന്ന് തുടങ്ങാം. Disasters have been in existence ever since the history of mankind and have molded the destiny of the earth and its people. ഇപ്പൊ എന്താണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്? എന്താണ്? മനുഷ്യരാശിയുടെ ചരിത്രം മുതൽ നമ്മുടെ ദുരന്തങ്ങൾ നിലവിലുണ്ട് അല്ലെ? മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആയിട്ടും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിട്ടും എന്താണ് നിലവിലുണ്ട് അല്ലെ? വാറ്, ഭൂകമ്പങ്ങള്, സുനാമി, വെള്ളപ്പൊക്കം, അല്ലെ, യുദ്ധങ്ങള്. അപ്പൊ അങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് നിലവിലുണ്ട്. അപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഏരിയയില് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടുത്തെയുള്ള ആളുകളെയും അവിടുത്തെ നേച്ചർ, ഈ എർത്തിനെയും ഭൂമിയെയും അതിനനുസരിച്ച് വാർത്തെടുക്കുകയാണ് അല്ലെ ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായി. അപ്പൊ നിങ്ങൾക്ക് ടിവിയിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ട് ആ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് ആ ഒരു ഏരിയ എങ്ങനെയായിരുന്നു? ഒരുപാട് വീടുകള് അല്ലെ, ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഏരിയ ആയിരുന്നു. പക്ഷെ ആ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയായി? തരിശു പോലെ ആയി പോയില്ലേ? ആണോ? ആണ് അല്ലെ? അപ്പൊ എന്താണ്? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ താമസിക്കുന്ന ആളുകളെയും അവിടുത്തെ ആ ഒരു ഭൂപ്രകൃതിയെയും ആ ഒരു ഡിസാസ്റ്ററിനനുസരിച്ച് വാർത്തെടുക്കുന്നു, മോൾഡ് ചെയ്ത് എടുക്കുന്നു. ഓക്കെയാണോ? ആ ഒരു വിധിക്ക് അനുസൃതമായിട്ട് മോൾഡ് ചെയ്തെടുക്കുന്നു. നെക്സ്റ്റ്, ദ ഡിസാസ്റ്റർ ഇവന്റ് എഫക്ട്സ് എവറി കമ്മ്യൂണിറ്റി ആൻഡ് നോ കമ്മ്യൂണിറ്റി ഈസ് ഫ്രീ ഫ്രം ഇറ്റ് അല്ലെ? ഒരു ഡിസാസ്റ്റർ ഒരു ഏരിയയിലെ ഇപ്പൊ നമുക്കറിയാം വയനാട് ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയോ ഏതെങ്കിലും ഒരു സമൂഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇവര് പ്രായമായവരാണ്, ഇവര് ചെറുപ്പക്കാരാണ്, ഇവര് കുഞ്ഞുങ്ങൾ, ഇവര് ഹിന്ദുസാണ്, മുസ്ലിം, അങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇല്ല അല്ലെ? അതെന്താണ്? എല്ലാ കമ്മ്യൂണിറ്റിയെയും ഒരുപോലെ ബാധിക്കുന്നു അല്ലെ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ദ ഡിസാസ്റ്റർ The disaster may be the second major human problem after war. എന്താണ്? നമ്മുടെ യുദ്ധം വാറ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേജർ ആയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിസാസ്റ്റേഴ്സ് ആണ് അല്ലെ? ദുരന്തങ്ങളാണ്. ഇൻ റെസ്പെക്ട് ഓഫ് മോണിറ്ററി ഡാമേജ് ആൻഡ് ദ നമ്പർ ഓഫ് പീപ്പിൾ കിൽഡ് ഓർ എഫക്റ്റഡ് അല്ലെ? ഒരു ഡിസാസ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്? മോണിറ്ററി ഡാമേജ് അല്ലെ? ധനപരമായിട്ടുള്ള ഡാമേജുകൾ വരുന്നുണ്ട് അല്ലെ? എന്തോ അവരുടെ സ്വത്ത്, വീട് നശിച്ചു പോകുന്നുണ്ട്, അവര് നടത്തുന്ന കമ്പനികൾ നശിച്ചു പോകുന്നുണ്ട് അല്ലെ? അങ്ങനെ ഒരുപാട് ധനപരമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ അല്ലെ നമ്പർ ഓഫ് പീപ്പിൾ കിൽഡ് അല്ലെ? ഒരുപാട് ആളുകൾ മരിക്കുകയും കൊല്ലപ്പെടുകയും പിന്നെ എന്താണ് മരിക്കുകയും അവരെ എഫക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലെ? അവരെ സൈക്കോളജിക്കലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും അവർ ഒരുപാട് ഈ ഡിസാസ്റ്റേഴ്സ് ബാധിക്കുന്നില്ലേ? എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ?
ഇപ്പൊ നമുക്കറിയാം വയനാട് ലാസ്റ്റ് കഴിഞ്ഞ കാരണമാണ് ടമിസ് അത് തന്നെ പറയുന്നത്. ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വീട്ടില് ഒരു പെൺകുട്ടി മാത്രം ജീവിച്ചു അല്ലെ. ബാക്കിയുള്ള ആളുടെ എന്താണ് അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ മരിച്ചുപോയി അല്ലെ. അതെന്താണ് മാരേജ് ഉറപ്പിച്ചതാണ്. അപ്പൊ നമ്മ ഒന്ന് ആ ഒരു സിറ്റുവേഷനിൽ നമ്മ ആലോചിച്ച് നോക്കിയേ, നമുക്കത് താങ്ങാൻ പറ്റുമോ? മാനസികമായിട്ട് നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മ മാത്രം ഇല്ല അല്ലെ. അപ്പൊ എന്താണ് അവര് സൈക്കോളജിക്കലി അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലെ. മെന്റലി അവർ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മുടെ പീപ്പിൾസിനെ എന്താണ് ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ഒരുപാട് ആളുകളെ അത് സൈക്കോളജിക്കലി ആയിട്ടും ഫിസിക്കലി ആയിട്ടും അവരെ എഫക്ട് ചെയ്യുന്നുമുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് millions of people fall victims annually by natural disasters and result in a number of deaths, suffering and economic losses. എന്താണ് നമുക്ക് ഈ ആനുവലി വർഷത്തില് ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കാരണം ഒരുപാട് ആളുകൾ അല്ലെ എന്താണ് മില്യൺസ് ഓഫ് പീപ്പിൾസ് അതിന് വിക്ടിം ആവുന്നുണ്ട് അല്ലെ, ഇരയാകുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഡിസാസ്റ്റർ മാത്രം നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാത്രം ഡിസാസ്റ്റർ ആണെന്ന് പറയാൻ പറ്റാറുണ്ടോ? പറ്റോ? നമ്മുടെ വേൾഡ് വൈഡ് അല്ലെ, ലോകത്തിൽ എവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നാൽ അത് എന്താണ് ദുരന്തമാണ് അല്ലെ. സൈക്ലോൺ ഒക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? സൈക്ലോൺ കേട്ടിട്ടുണ്ടല്ലേ? എർത്ത് ക്യൂക്സുകൾ സംഭവിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഗസയില് ഇസ്രായേലും ഗസയും തമ്മിൽ യുദ്ധങ്ങൾ നടക്കാണ് അല്ലെ. അതൊക്കെ ശരിക്കും എന്താണ് വാറ് നടക്കാൻ അതൊക്കെ ശരിക്കും ഡിസാസ്റ്റേഴ്സ് ആണ് അല്ലെ, മാൻമെയ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആണ്. അപ്പൊ എന്താണ് നമ്മുടെ ആനുവലി വെച്ച് നോക്കുമ്പോൾ വർഷത്തിൽ എന്താണ് ഈ ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കാരണം ഒരുപാട് ആളുകളെ ഇതിന് മില്യൺസ് ഓഫ് പീപ്പിൾസ് ഇതിനെ വിക്ടിം ആകുന്നുണ്ട്. കൂടാതെ അതിന്റെ ഫലമായിട്ട് ഈ ഒരു ഡിസാസ്റ്റേഴ്സിന്റെ ഫലമായിട്ട് എന്താണ് ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ഒരുപാട് ആളുകൾ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ, സഫർ ചെയ്യുന്നുണ്ട്. എക്കണോമിക് ലോസസ് അല്ലെ, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട്. ഓക്കെയാണോ? ഇപ്പൊ നമുക്ക് കൊറോണ വന്നപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു അസുഖം വന്നതാണ്. ഒരുപാട് ആളുകളുടെ കമ്പനികളൊക്കെ പൂട്ടിയിടേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. ഷോപ്സുകള്, കമ്പനികള്, ചിലപ്പോ അവർക്ക് പിന്നെ അത് തുറക്കാനും പറ്റിയിട്ടില്ല അല്ലെ. തുറക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല അല്ലെ. ചിലവര് അതങ്ങനെ തന്നെ ക്ലോസ് ചെയ്ത് അവർ വേറെ എന്തെങ്കിലും ജോലി ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് അവർക്ക് ഒരുപാട് എക്കണോമിക് ലോസസ് സംഭവിക്കുന്നുണ്ട് അല്ലെ, സാമ്പത്തികമായിട്ടുള്ള നാശങ്ങളും സംഭവിക്കുന്നുണ്ട്. ഓക്കെയാണോ? നെക്സ്റ്റ് നമുക്ക് 2018 നമ്മുടെ ഫ്ലഡ് വന്നപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് നാശങ്ങൾ ഉണ്ടായി. പക്ഷെ നമ്മ അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്നു അല്ലെ. വീണ്ടും നമ്മൾ സ്റ്റേൺ ആയി വന്നില്ല എല്ലാവരും. പക്ഷെ ഈ ഒരു പുവറസ്റ്റ് ആയിട്ടുള്ള കൺട്രീസ് ആണെങ്കിൽ അവർക്ക് എന്താണ് അത് ഓവർകം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. നമ്മുടെ സൊമാലിയ പോലുള്ള രാജ്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഇനി അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ സാധിക്കില്ല അല്ലെ. ആണോ? അപ്പൊ നോക്കിയേ, നെക്സ്റ്റ് പറയുന്നത് and the poorest countries are mostly affected by disasters economically and socially. എന്താണ് നമ്മുടെ പോറസ്റ്റ് കൺട്രീസിനെ ഇങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് അവരെ സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും അവരെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്താണ്. അപ്പൊ ഡിസാസ്റ്റർ ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും? മാനേജ്മെന്റ്, കൈകാര്യം ചെയ്യാം അല്ലെ. ഡിസാസ്റ്റർ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാം. അതെന്തായിരിക്കും ഒന്ന് പറഞ്ഞൊന്ന്. ഇൻഫെക്ഷൻ കൺട്രോൾ മാനേജ്മെന്റ്, ഇൻഫെക്ഷൻ കൺട്രോൾ അതൊക്കെ എന്താണ്?
നമ്മ ഒരു ഇൻഫെക്ഷൻസിനെ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക അല്ലെ. അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ഒരു അടിയന്തര സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെ, അങ്ങനെ ഒരു ദുരന്തം വന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ്, നമ്മ എല്ലാ മാനുഷിക വശങ്ങളും അല്ലെ, നമ്മ ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക അല്ലെ. അപ്പൊ എല്ലാ മാനുഷിക വശങ്ങളും നമ്മ എന്താണ് കൈകാര്യം ചെയ്യുന്നതിനുള്ള വിഭവങ്ങളുടെയും ഉത്തരവാദിത്തങ്ങൾ അല്ലെ, നമ്മ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ, അവർക്ക് വേണ്ട മരുന്നുകൾ, അവരെ നമ്മ സേഫ് ആക്കണം അല്ലെ, സെക്യൂർഡ് ആക്കണം, അവരതിൽ നിന്ന് നമ്മ രക്ഷിക്കണം അല്ലെ, അവർക്ക് വേണ്ട പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം വേണ്ടേ. അപ്പൊ അങ്ങനെയുള്ള അല്ലെ ഒരു അടിയന്തര സാഹചര്യങ്ങളുടെ എല്ലാ മാനുഷിക വശങ്ങളും. അപ്പൊ നമ്മ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു, ഒരു വാറുണ്ടായി, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് ഉണ്ടായി, അവരതിലെ കഷ്ടത അനുഭവിക്കട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്? അല്ല, നമ്മ അവരെ പരമാവധി അതിൽ നിന്ന് രക്ഷിച്ചെടുക്കണം അല്ലെ, സംരക്ഷിച്ചെടുക്കണം, അവർക്ക് വേണ്ട റിസോഴ്സുകൾ എത്തിച്ചു കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ മാനുഷിക വശങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള വിഭവങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ഓർഗനൈസേഷനെയും മാനേജ്മെന്റിനെയുമാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ നമുക്ക് മഴയൊക്കെ കൂട്ടിപ്പിടിക്കുമ്പോൾ ഓരോ ജില്ലകളിലും റെഡ് അലർട്ട് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലെ, ഓറഞ്ച് അലേർട്ട്, റെഡ് അലേർട്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? അത് കൺട്രോൾ ചെയ്യുക, അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ ആളുകളെ നമ്മൾ മുൻകൂട്ടി അലേർട്ട് ചെയ്യുന്നതാണ് അല്ലെ. അല്ലേ അല്ലേ മുന്നറിയിപ്പ് കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് അതൊരു ഡിസാസ്റ്ററിന്റെ ഒരു ഭാഗമാണെന്ന് പറയാലോ, അങ്ങനെ അലേർട്ട് കൊടുക്കുന്നത് അല്ലെ. ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊന്ന് ജാഗ്രതരായിരിക്കാൻ വേണ്ടിയിട്ടില്ലേ. ഇപ്പൊ നമുക്ക് മഴയൊക്കെ കൂടുമ്പോ പറയാറുണ്ട്, പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവര് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നവര് എന്താണ് അവിടെ നിന്ന് മാറി താമസിപ്പിക്കുക അല്ലെ, ക്യാമ്പിൽ പോയി താമസിക്കാനൊക്കെ പറഞ്ഞ മുന്നറിയിപ്പ് കൊടുക്കുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പൊ അതൊക്കെ എന്താണ്? ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളല്ലേ. ആണ്. അപ്പൊ നോക്കിയേ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും അല്ലെ, ഒരു അടിയന്തര സാഹചര്യങ്ങളുടെ എല്ലാ മാനുഷിക വശങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള വിഭവങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ഒരു ഓർഗനൈസേഷനെയും മാനേജ്മെന്റിനെയും നമുക്ക് എന്ത് പറയാം? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയാം. ഓക്കെ, നോക്കാം. പ്രത്യേകിച്ച് എന്താണ്, ആ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട തയ്യാറെടുപ്പ് എടുക്കണം അല്ലെ, പ്രതികരണം വേണം, നമ്മളിൽ നിന്ന് നല്ല രീതിയിലുള്ള റെസ്പോണ്ട് കൊടുക്കണം അല്ലെ, അവരെ രക്ഷിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എന്താണ്, നമ്മളിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു റെസ്പോൺസ് വേണം. കൂടാതെ അവരെന്ത് ചെയ്യണം? തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടെടുക്കണോ, റിക്കവറി ചെയ്തെടുക്കണോ, റിക്കവറി ചെയ്തെടുക്കണം അല്ലെ, വീണ്ടെടുക്കണം എന്നിവ ദുരന്തങ്ങളുടെ, നമ്മുടെ ഈ ഡിസാസ്റ്റേഴ്സിന്റെ അനന്തര ഫലങ്ങള്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങള് കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്യാൻ ബി defined as the organization and management of resources and responsibility for dealing with all humanitarian aspects of emergency. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ സാഹചര്യത്തിൽ നമ്മ എല്ലാ മാനുഷിക വശങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള റിസോഴ്സുകളുടെയും റെസ്പോൺസിബിലിറ്റിയുടെയും ഓർഗനൈസേഷനെയും പിന്നെ എന്താണ്, മാനേജ്മെന്റിനെയുമാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അല്ലെ, ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ട തയ്യാറെടുപ്പ്, അതിന് ആ ഒരു എന്താണ്,
ആളുകളുടെ പ്രതികരണങ്ങൾ അല്ലെ, റെസ്പോൺസ് ഉണ്ടായിരിക്കണം. നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഉണ്ടായിരിക്കണം. പിന്നെ അവിടെ എന്താണ്, തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക് അല്ലെ, ജീവിതത്തിലേക്ക് വീണ്ടെടുക്കണം. ആ ഒരു എന്താണ്, ആ ഒരു സ്ഥലത്തെയും അവിടെ താമസിച്ചിരുന്ന ആളുകളെയും നമ്മൾ വീണ്ടെടുക്കണം അല്ലെ. എന്നിവ ദുരന്തങ്ങളുടെ അനന്തര ഫലങ്ങൾ കുറയ്ക്കുന്നു. ഓക്കെയാണോ? ഇപ്പൊ നമുക്ക് വയനാട് ആ ഒരു ദുരന്തം സംഭവിച്ച് അത് മുഴുവനായി പോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് എന്താണ്, ആ ഒരു ഭാഗത്തല്ല, അവിടെ എന്താണ് നമ്മുടെ ഗവൺമെന്റ് അവർക്ക് വീടുകൾ വെച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവര് വീടുകള് മുഴുവനായിട്ട് പോയില്ലേ, ആ പുതിയ വീടുകൾ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതൊക്കെ എന്താണ്, അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഗവൺമെന്റിന്റെ ഒരു ഇടപെടലല്ലേ, റിക്കവറി ചെയ്തെടുക്കാനുള്ള. അവർക്ക് വീണ്ടും ഇനി ഒരു വീട് പണിയാ, സ്ഥലം വാങ്ങാന്നൊക്കെ പറഞ്ഞാൽ ടൗൺഷിപ്പ് പണിത് കൊടുക്കാന്നുള്ളത് അല്ലെ. അവരെ കൊണ്ട് ചിലപ്പോൾ അത് നടക്കാത്ത കാര്യമായിരിക്കും അല്ലേ. ആണോ? ആണ്. അപ്പൊ എന്താണ്, അവരെ റിക്കവറി ചെയ്തെടുക്കാൻ, തിരിച്ച് ജീവിതത്തിലേക്ക് വീണ്ടെടുക്കാനുള്ള നമ്മളെ ഇടപെടലുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് കാര്യങ്ങള് നമ്മുടെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനന്തര ഫലങ്ങള് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് മിസ് പറഞ്ഞാണ്. നെക്സ്റ്റ് 2 തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ആണ് ഉള്ളത്. എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സും ഇന്റേണൽ ഡിസാസ്റ്റേഴ്സും. അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഡെഫിനീഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ്, ഇന്റേണൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എക്സാമ്പിളിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കേ. എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സ്, ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ്, എന്താണ് ട്രെയിൻ അപകടങ്ങള്, ബോട്ട് അപകടങ്ങള്, കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റുകൾ, സങ്കീർണമായിട്ടുള്ള വാഹനാപകടങ്ങള്, എക്സ്പ്ലോഷൻ, സ്ഫോടനം, വെള്ളപ്പൊക്കം, എയറോപ്ലെയിൻ എന്നാണ് കേട്ടോ, എയർപ്ലെയിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എയറോപ്ലെയിൻ ആക്സിഡന്റ്, വിമാനാപകടങ്ങള്, ടോർണാഡോ, സുനാമി, എർത്ത്ക്വേക്ക് അല്ലെ. ടൊർണാഡോ എന്ന് പറഞ്ഞാല് ചുഴലിക്കാറ്റ്, സുനാമി, പിന്നെ എർത്ത്ക്വേക്ക് ഭൂകമ്പം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് റിയോട്സ് അല്ലെ, മനുഷ്യനിർമ്മിത കലാപങ്ങളൊക്കെ എന്താണ് നമ്മുടെ എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇന്റേണൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ 4 ചുമരുകൾക്കുള്ളിൽ ഒരു പ്രത്യേക ഇതിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ദുരന്തങ്ങളെ, ഡിസാസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഇന്റേണൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബോംബ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ബോംബ് ത്രെട്ട് ഉണ്ടായാല് ടൊർണാഡോ, ചുഴലിക്കാറ്റ് കേട്ടോ. ബോംബ് ത്രെട്ട് ഉണ്ടായാൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ് അല്ലെ ബാധിക്കുന്നത്. പിന്നെ അത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യും അല്ലെ. അപ്പൊ ബോംബ് ത്രെട്ട്, ഫയർ അല്ലെ, ഫയർ ഉണ്ടായാൽ ആ ഒരു ഫയർ ബാധിച്ച ആ ഒരു ഏരിയയിലായിരിക്കും കൂടുതലും ബാധിക്കുന്നത്. അപ്പൊ ഫയർ, മെഡിക്കൽ ഗ്യാസ് ലീക്ക് അല്ലെ, നമ്മൾ മെഡിക്കൽ ഗ്യാസ് പഠിച്ച ഒരു ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഗ്യാസ് ലീക്ക് ഉണ്ടായാല് അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലായിരിക്കും അല്ലെ ബുദ്ധിമുട്ടുകള്, സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്റേണൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിള്. ഓക്കെയാണോ? 2 തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ആണുള്ളത്, എക്സ്റ്റേണൽ ഡിസാസ്റ്റേഴ്സും ഇന്റേണൽ ഡിസാസ്റ്റേഴ്സും. ഇന്റേണൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 4 ചുമരുകൾക്കുള്ളിൽ, ഒരു പർട്ടിക്കുലർ ഏരിയയുടെ ഉള്ളിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു അപകടത്തെ, ഡിസാസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഇന്റേണൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ബോംബ് ത്രെട്ട്, ഫയർ, മെഡിക്കൽ ഗ്യാസ് ലീക്ക് ഒക്കെ ഈ ഒരു ഇന്റേണൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെയാണോ ഇത്? നെക്സ്റ്റ് നമുക്ക് മേജർ ഡിസാസ്റ്റേഴ്സ്, നമുക്ക് ഇതിക്ക് മുമ്പ് കുറച്ചു നാൾ മുമ്പൊക്കെ നടന്നിട്ടുള്ള കുറച്ച് മേജർ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കേട്ടിട്ടുണ്ടോ? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കേട്ടിട്ടുണ്ട് അല്ലെ. എന്താണ് സംഭവിച്ചതെന്നറിയോ? എന്താ സംഭവിച്ചതെന്നറിയോ? 1984 ഡിസംബർ 3-ാം തീയതി സംഭവിച്ചതാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. കേട്ടിട്ടുണ്ടോ അത്?
നമ്മുടെ മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള ഒരു യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡിൽ എന്നുള്ള ഒരു കീടനാശിനി പ്ലാന്റിലുണ്ടായ രാസ അപകടമാണ് ഗ്യാസ് പ്ലാന്റ് രാസ അപകടമാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ആണോ? നമ്മുടെ മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കീടനാശിനി പ്ലാന്റിലുണ്ടായ ഒരു രാസ അപകടം എന്ന് വെച്ചാല് എന്താണ്, അവിടുത്തെ മീഥൈൽ ഐസോസൈനേറ്റ് എന്നുള്ള ആ ഒരു വാതകം ലീക്കായി അവിടെ നിന്ന്. അപ്പൊ ആ ഒരു പ്ലാന്റിന് ചുറ്റും താമസിക്കുന്ന ആളുകളെ ഇത് ബാധിച്ചില്ലേ, ഒരുപാട് ആളുകൾ അത് ശ്വസിക്കാനിടയായി. അതുമൂലം ഒരുപാട് ആളുകൾ മരണപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് ഫിസിക്കലി ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഓക്കെയാണോ? 1984 ഡിസംബർ 3-ാം തീയതി ഉണ്ടായ ഒരു രാസ അപകടമാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ഉണ്ടായ ഒരു രാസ അപകടമാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. അവിടുത്തെ എന്താണ് യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള കീടനാശിനി പ്ലാന്റില് മീഥൈൽ ഐസോസൈനൈഡ് ലീക്കായിട്ട് അത് ബാധിച്ചില്ലേ, അതിന് ചുറ്റും ആ ഒരു പ്ലാന്റിന് ഇല്ല, ജസ്റ്റ് ആ പേര് മാത്രം പഠിക്കാനുള്ളൂ കേട്ടോ. ആ പ്ലാന്റിന് ചുറ്റും താമസിക്കുന്ന ഒരുപാട് ആളുകൾ ആ ഒരു വാതകം ശ്വസിക്കാനിടയാവുകയും അതിൽ ഒരുപാട് ആളുകൾക്ക് മരണം സംഭവിക്കുകയും ഒരുപാട് ആളുകളെ ഫിസിക്കലി ആയിട്ട് അത് ബാധിക്കുകയും ചെയ്തു. ഓക്കെയാണോ? അപ്പൊ അത് നോക്കിയേ, അതിൽ പറയുന്നത് എഫക്റ്റഡ് 2 lakh പീപ്പിൾ, 3000 lives lost. അല്ലേ? എന്താണ്, 2 ലക്ഷത്തോളം ആളുകളെയാണ് ഈ ഒരു ഗ്യാസ് ട്രാജഡി എഫക്റ്റ് ചെയ്തത്. അതില് 3000 പേർക്ക് എന്ത് പറ്റിയെന്ന്, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. 3000 പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു, മരിച്ചുപോയി. നെക്സ്റ്റ് പറയുന്നത് സൈക്ലോൺ. കേട്ടിട്ടുണ്ടോ? ചുഴലിക്കാറ്റാണ്. കേട്ടിട്ടുണ്ടോ? ഒരുപാട് പേരുകളിൽ ചുഴലിക്കാറ്റൊക്കെ നമ്മ ന്യൂസ് പേപ്പറിലൊക്കെ കാണിക്കാറുണ്ട് അല്ലെ. അപ്പൊ സൈക്ലോൺ എന്നുള്ളത് ഒരു ചുഴലിക്കാറ്റാണ്. അത് എവിടെയാണ്? ഇൻ ആന്ധ്രാപ്രദേശ് ആൻഡ് ഒറീസ at interval or every 2 years claimed 25,000 lives. അല്ലെ, എന്താണ്, നമ്മുടെ ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ഓരോ 2 വർഷം കൂടുമ്പോഴും വീശുന്ന ചുഴലിക്കാറ്റിനെയാണ് സൈക്ലോൺ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സൈക്ലോൺ ഓരോ 2 വർഷം കൂടുമ്പോഴും ഇങ്ങനെ ആ ചുഴലിക്കാറ്റ് വീശുമ്പോൾ എത്ര പേര് മരണപ്പെടുന്നുണ്ടെന്ന്? 25,000 പേർക്ക് ജീവൻ അപഹരിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെ ദുരന്തങ്ങളാണ് അല്ലെ, നമുക്കത് ചിന്തിക്കാൻ കൂടി പറ്റുന്നുണ്ടോ? ഇനിയൊരു ഫ്ലഡ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ വീണ്ടും വീണ്ടും ഇങ്ങനെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്തോരം അല്ലേ, അവർക്ക് എന്തോരം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അല്ലെ, അവരെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എർത്ത് അല്ലെ, ഭൂകമ്പം. In Latur in Maharashtra 1993. 1993 മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ ഉണ്ടായ ഭൂകമ്പം. നെക്സ്റ്റ് പറയുന്നത് സുനാമി അല്ലേ, 2004 ഡിസംബർ 26-ാം തീയതി. കേട്ടിട്ടുണ്ടോ സുനാമി വന്നത്? അപ്പൊ എന്താണ് സുനാമി അല്ലേ? സൗത്തേൺ ഇന്ത്യ കോസ്റ്റൽ ലൈനില് 26 ഡിസംബർ 2004 10,273 dead and 2 lakh and 39,000 lakh homeless, 27 lakh affected. അല്ലെ, എന്താണ്, നമ്മുടെ ദക്ഷിണേന്ത്യൻ തീരപ്രദേശങ്ങളില് 2004 ഡിസംബർ 26-ന് ഉണ്ടായ സുനാമി അല്ലെ. ഇതിലെന്താണ് 10,273 പേര് മരിക്കുകയും പിന്നെ എന്താണ് 2,39,000 പേർക്ക് വീടുകൾ നഷ്ടപ്പെടുകയും 27 ലക്ഷം ആളുകളെ ഈ ഒരു സുനാമി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ? ഇതിന്റെ പേരുകൾ മാത്രം പഠിച്ചു വെക്കാം കേട്ടോ. മേജർ ഡിസാസ്റ്റേഴ്സിന്റെ പേരുകൾ മാത്രം പഠിച്ചു വെക്കാം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഡിസാസ്റ്റേഴ്സിന്റെ പാരഡിഗ്മം അല്ലേ. അപ്പൊ നമുക്കറിയാം ചില വേർഡ്സുകളിൽ അവരുടെ ഓരോ ലെറ്റേഴ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർഡുകളുണ്ട് അല്ലെ. ഡ്രൈവർ എന്നുള്ള ആ ഒരു ലെറ്റർ വേർഡിലുണ്ട്, കേട്ടിട്ടുണ്ടോ? അതിന്റെ ഓരോ ലെറ്ററും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
പാരഡിഗ്മം. അതേപോലെ ഡിസാസ്റ്ററിന്റെ പാരഡിഗ്മം നോക്കിയ ഡി ഫോർ ഡിറ്റക്ഷൻ. ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെത്തൽ അല്ലേ? ഇപ്പൊ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡിറ്റക്ഷൻ മെഷീൻ എന്നുള്ള ഒരു വീട് നമ്മ കുറച്ച് നാളുകൾക്ക് മുമ്പ് സുപരിചിതമായതാണ്. കേട്ടിട്ടുണ്ടോ? ലോറിയുടെ അവശിഷ്ടം കണ്ടെത്താനായിട്ട് ഡിറ്റക്ഷൻ മെഷീൻ കൊണ്ടുവന്നു. അർജുനെ കാണാതായപ്പോൾ അല്ലെ. അപ്പൊ എന്താണ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ടെത്തൽ അല്ലെ. നമുക്ക് ആ ഒരു ഡിസാസ്റ്റർ എവിടെയാണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത് അല്ലെ, അങ്ങനെയുള്ള ഒരു കണ്ടെത്തൽ. അടിയന്തര സാഹചര്യത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാതെ നിർണയിക്കുക, അത് എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിർണയിക്കുക. നെക്സ്റ്റ് പറയുന്നത് ഇൻസിഡന്റ് കമാൻഡ് കേട്ടോ. ഐ ഫോർ ഇൻസിഡന്റ് കമാൻഡ് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഐ ഫോർ ഇൻസിഡന്റ് കമാൻഡ്. ഇൻസിഡന്റ് കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എത്തിച്ചു കൊടുക്കണം, അവർക്ക് വേണ്ട പ്രതികരണങ്ങളൊക്കെ നമ്മൾ റെസ്പോൺസുകളൊക്കെ ചെയ്യണം അല്ലെ. അതിനു വേണ്ട ഒരു കൺട്രോളും ഒരു കമാൻഡ് വേണ്ടേ? ഓരോ പ്രവർത്തനങ്ങളും അല്ലെ ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കാൻ വേണ്ട ഒരു കൺട്രോൾ, നിയന്ത്രണങ്ങൾ വേണം അല്ലെ. അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ, അവർക്ക് എന്താണ് അതധികം ബാധിക്കാത്ത ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഷെൽട്ടേഴ്സ് കൊടുക്കണം, അവർക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡുകൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകള് അല്ലെ വേണ്ടേ? അപ്പൊ അതാണ് ഇൻസിഡന്റ് കമാൻഡ്. കൺട്രോളിംഗ് ദ ഫ്ലോ ഓഫ് റിസോഴ്സസ് അവൈലബിൾ ഫോർ റെസ്പോൺസ് അല്ലെ. എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ എന്താണ് നമ്മൾ കൺട്രോൾ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എസ് ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അല്ലെ. അവരെന്താണ് ആ ഡിസാസ്റ്റർ ബാധിച്ച ആ ഒരു പ്രദേശത്തെ ആളുകളെ സുരക്ഷിതരാക്കണം അല്ലെ. സെക്യൂരിറ്റി, സേഫ്റ്റി. അതുകൂടാതെ രക്ഷാപ്രവർത്തകർക്ക് സുരക്ഷിതത്വം കൊടുക്കണോ? ബാധിച്ച ആളുകൾക്ക് മാത്രമാണോ? രക്ഷാപ്രവർത്തകർക്ക് കൊടുക്കണം അല്ലെ. അപ്പൊ അതിനുള്ള സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. നെക്സ്റ്റ് അസസ് ഹസാർഡ് അല്ലെ. എന്താണ്? നമ്മ അപകടങ്ങൾ വിലയിരുത്തണം അല്ലെ. നമ്മ ഒരു അപകടം, ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാല് വീട്ടിലിരുന്ന് നമ്മ കാണുന്നുണ്ട് അതിന്റെ വിലയിരുത്തൽ. എത്ര പേർക്ക് മരണം സംഭവിച്ചു, ഇത്ര പേർക്ക് എന്താണ് ഇഞ്ചുറീസ് സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ഇനിയും ഇത്ര പേരെ കണ്ടെത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു വിലയിരുത്തൽ കേൾക്കാറുണ്ടോ? നമുക്കതൊക്കെ കേൾക്കുമ്പോ ഒന്നും തോന്നുന്നില്ല അല്ലെ. പക്ഷെ എത്രത്തോളം റിസ്ക് ഉള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ എന്താണ് അസസ് ഹസാർഡ് അല്ലെ. ആ ഒരു അപകടം എത്ര ആളുകളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങള് വിലയിരുത്തുക. നെക്സ്റ്റ് സപ്പോർട്ട് അല്ലെ. അവർക്ക് വേണ്ട പിന്തുണ നൽകുക, സപ്പോർട്ട് കൊടുക്കുക അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ് അല്ലെ. ആ ഒരു ഡിസാസ്റ്റർ ബാധിച്ച ആ ഒരു ജനങ്ങൾക്ക് അവർക്ക് വേണ്ട ട്രയേജ് കൊടുക്കുക, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ, ചികിത്സകൾ നൽകുക. നെക്സ്റ്റ് ഇവാക്വേഷൻ അല്ലെ. ആ ഒരു ബാധിത സമൂഹത്തില് ബാക്കിയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കണോ? ഇവാക്വേഷൻ ചെയ്യണോ ബാക്കിയുള്ള ആളുകളെ? കൂടാതെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ തന്നെ ആൾക്കാർ തടിച്ചുകൂടും അല്ലേ. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ ഒരുപാട് ആളുകൾ തടിച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് രക്ഷാപ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യാൻ സാധിക്കുമോ? ഇല്ല അല്ലെ. തടസ്സങ്ങളെ സൃഷ്ടിക്കും അല്ലെ. അപ്പൊ എന്താണ്? ഇവാക്വേഷൻ പ്രോസസ്സിൽ ആവശ്യമുള്ള ആളുകളെ മാത്രം നിർത്തിയില്ലേ ബാക്കിയുള്ളവരെ ഒഴിപ്പിക്കണം. നെക്സ്റ്റ് എന്താണ്? റിക്കവറി അല്ലെ. അവരെന്ത് ചെയ്യണം? വീണ്ടെടുക്കണം അല്ലെ. തിരിച്ച് എന്താണ് നമ്മ കൈത്താങ് കൊടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. റിക്കവറി. ഓക്കെയാണോ? ഡിസാസ്റ്റർ പാരഡിഗ്മ. സപ്പോർട്ട് കൊടുക്കുക അല്ലെ. സപ്പോർട്ട് മീൻസ് പിന്തുണ. അവർക്ക് വേണ്ട സാമ്പത്തികപരമായിട്ടും ശാരീരികപരമായിട്ടും പറയുന്നത് എത്തിക്കണം. ശാരീരികപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക. ഒക്കെയാണോ?
നെക്സ്റ്റ് പറയുന്നത് നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിങ് ഹോസ്പിറ്റൽ. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ടുള്ള ആവശ്യം എന്താണ്? ഇപ്പൊ നമുക്കറിയാം, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ ബാധിക്കുന്നുണ്ട്. ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ താമസിക്കുന്ന ഒരുപാട് ആളുകളെ ബാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് ചിലപ്പോ ഒരുപാട് പേർക്ക് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടാവും, ഒരുപാട് ആൾക്ക് പരിക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അവരെ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്? നേരെ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളും പരിചരണങ്ങളും കൊടുക്കാൻ ഹോസ്പിറ്റലില്. അപ്പൊ അത്രയും പേര്, ഒരു 500 പേര് അല്ലെങ്കിൽ ഒരു 400 പേരൊക്കെ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞാല് അവിടെ എന്ത് വരും? അവിടെ ഒരു ഡിസാസ്റ്റർ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ? ഉണ്ടോ? അത്രയും പേർക്ക് വേണ്ട റിസോഴ്സുകൾ വേണം, അത്രയും പേർക്ക് വേണ്ട ഡോക്ടേഴ്സ് വേണം, അത്രയും പേരെ കെയർ ചെയ്യാനുള്ള സ്റ്റാഫുകൾ വേണം, എക്യുപ്മെന്റുകൾ വേണം അല്ലേ? അപ്പൊ എന്ത് ചെയ്യാണ്? നമ്മ മുൻകൂട്ടി അങ്ങനെ ഒരു അടിയന്തര സിറ്റുവേഷൻ ഉണ്ടായാല് അത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ ആവശ്യമുണ്ടോ? ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെ, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് ഒരുപാട് ഉപകാരപ്രദമാകുന്നുണ്ട് അല്ലെ? ആണോ? അതെങ്ങനെ അവർ ആ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എങ്ങനെ പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ അവരെങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരണം, അവർക്ക് വേണ്ട റിസോഴ്സുകൾ ഫെസിലിറ്റീസ് എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. അപ്പൊ നോക്കാം നമുക്ക്. നീഡ് ഫസ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ? എന്താണ്? നമ്മുടെ ആരോഗ്യ പരിപാലന അടിസ്ഥാന സൗകര്യങ്ങളില് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അല്ലെ? നമുക്ക് അസുഖങ്ങൾ വന്നാല്, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാല് നമ്മൾ ഇങ്ങോട്ട് ആദ്യം തന്നെ ഓടി ചെല്ലുന്നത് ഷോപ്പിങ്ങിന് പോവോ? ഹോസ്പിറ്റലിലേക്ക് പോവും ഇല്ലേ? അപ്പൊ എന്താണ്? നമ്മുടെ ആരോഗ്യ പരിപാലന അടിസ്ഥാന സൗകര്യങ്ങളില് നമ്മുടെ ഹോസ്പിറ്റല് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഹോസ്പിറ്റൽ റെസ്പോൺസിബിൾ ഫോർ സേവിങ് ലൈഫ്സ് അല്ലെ? ഹോസ്പിറ്റൽസ് എന്തിനുള്ള ഉത്തരവാദിത്തമുണ്ട്? മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാനുള്ള അല്ലെ? ലൈഫ് സേവ് ചെയ്യാനുള്ള റെസ്പോൺസിബിൾ ഉണ്ട്. ദേ ഓൾസോ പ്രൊവൈഡ് ജീവൻ രക്ഷിക്കാനുള്ളത് അല്ലെ? They also provide 24/7 emergency care services അല്ലെ? നമ്മുടെ ഹോസ്പിറ്റലില് എന്താണ്? നമുക്ക് 24 മണിക്കൂറും നമുക്ക് എമർജൻസി കെയർ അല്ലെ, അടിയന്തര പരിചരണം നൽകുന്നു. And hence the public receives it as a main resources for diagnosis, treatment and follow up for both physical and psychological care അല്ലെ? എന്താണ്? നമ്മള് പബ്ലിക് എങ്ങനെയാണ് നമ്മുടെ ഹോസ്പിറ്റലിനെ സ്വീകരിക്കുന്നത്? അവർക്ക് വരുന്ന ശാരീരികവും മാനസികമായിട്ടുള്ള എന്താണ് രോഗനിർണയങ്ങൾ നടത്താനായിട്ട്, അവർക്ക് വേണ്ട ചികിത്സകൾ നടത്താനായിട്ട്, അവർക്ക് വേണ്ട ഫോളോ അപ്പുകൾ നടത്താനൊക്കെ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിനെ നമ്മുടെ പൊതുജനങ്ങള് സ്വീകരിക്കുന്നു അല്ലെ? ഓക്കെയാണോ അല്ലേ? നമുക്ക് രോഗനിർണയം നടത്താം, നമ്മൾക്ക് ട്രീറ്റ്മെന്റ് തരാം, നമ്മളുമായി ബന്ധപ്പെട്ട അതർ ഫോളോ അപ്പുകൾ ചെയ്യാം. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഡോക്ടറെ പോയി കാണാം, ടെസ്റ്റുകൾ നടത്താം. അപ്പൊ അതിനൊക്കെ നമ്മ ഏതിനെയാണ് സ്വീകരിക്കുന്നത്? ഏതിനെയാണ് നമ്മ സെലക്ട് ചെയ്യുന്നത്? ഹോസ്പിറ്റലിനെയാണ് അല്ലേ? അല്ലേ? ഇവിടെ നിന്നല്ലേ നമുക്ക് പരിചരണ കെയറും ട്രീറ്റ്മെന്റ് ഒക്കെ ലഭിക്കുന്നത്? ഹോസ്പിറ്റലിൽ നിന്നാണ് അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിനെ ഒരു പേഴ്സണിന്റെ നമ്മുടെ പബ്ലിക്കിന്റെ എന്താണ് മാനസികവും ശാരീരികമായിട്ട് അവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർക്ക് അതിനുള്ള ഡയഗ്നോസ് രോഗനിർണയം നടത്തുന്നതിനും അതിനുവേണ്ട ചികിത്സകൾ നടത്തുന്നതിനും അതിനുള്ള ഫോളോ അപ്പുകൾ ചെയ്യുന്നതിനും വേണ്ടി നമ്മുടെ പബ്ലിക് നമ്മുടെ ഹോസ്പിറ്റലിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? ഡിസാസ്റ്റർ ഇങ്ങനെ പറയാൻ പറ്റൂട്ടോ മക്കളെ? ബോറടിക്കുന്നുണ്ടോ?
ബോറടിക്കുന്നുണ്ടോ? എന്തൊന്നും പറയാത്തെ? ഇല്ല, അശ്വിനിക്ക് ബോറടിക്കുന്നുണ്ട്. കുറച്ച് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മിസ് ചോദിക്കുന്നതിന് നിങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ബോറടി മാറ്റാം. മിസ് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മിസ് ചോദിക്കുന്നതിന് ആൻസർ ഒക്കെ ചെയ്ത് നമുക്ക് കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് ക്ലാസ് പോവാം. ഓക്കെ, സെറ്റാണോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ എക്സ്റ്റെൻഡ് എമർജൻസി കെയർ ആൻഡ് ഹെൻസ് when a disaster hits the society falls back upon the hospital to provide instant succor in the form of emergency medical care. എന്താണ് നമ്മുടെ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയില് ഒരു സമൂഹത്തില് ഡിസാസ്റ്റർ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് എമർജൻസി കെയർ കൊടുക്കുന്നുണ്ടോ? എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? അവര് പറയുന്നുണ്ടോ 100 പേഷ്യൻസിനെ കൊണ്ടുവന്നാൽ മതി, അല്ലെങ്കിൽ ഒരു 50 പേഷ്യൻസിനെ കൊണ്ടുവന്നാൽ മതി എന്ന് അവര് പറയുന്നുണ്ടോ? ഇല്ല അല്ലെ? ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന എല്ലാ പേഷ്യൻസിനും വേണ്ട ട്രീറ്റ്മെന്റുകള്, പരിചരണങ്ങൾ അവർ കൊടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഹോസ്പിറ്റൽ എക്സ്റ്റെൻഡ് എമർജൻസി കെയർ ആൻഡ് ഹെൽസ് when a disaster hits the society falls back upon the hospital to provide instant succor in the form of emergency medical കെയർ അല്ലെ? എന്താണ് നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു സൊസൈറ്റിയിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലില് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ആ ഒരു ബാധിച്ച സമൂഹത്തിന് അവർക്ക് ആവശ്യമായിട്ടുള്ള എമർജൻസി മെഡിക്കൽ കെയറിൽ അടിയന്തര വൈദ്യസഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ അടിയന്തര പരിചരണങ്ങൾ അവര് വിപുലീകരിക്കുന്നു. ഓക്കെയാണോ? ഇൻസ്റ്റന്റ് സക്കർ എന്ന് പറഞ്ഞാല് തൽക്ഷണം സഹായം കൊടുക്കുക അല്ലെ? തൽക്ഷണം അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു എമർജൻസി മെഡിക്കൽ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ എമർജൻസി പരിചരണങ്ങള് നമ്മുടെ ഹോസ്പിറ്റലുകാരെ വിപുലീകരിക്കുന്നു അല്ലെ? അവരെന്ത് ചെയ്യുന്നുണ്ട്? മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് സ്റ്റാഫുകളെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യും അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ അവർ എവിടെന്നെങ്കിലും കളക്ട് ചെയ്യും അല്ലെ? എക്യുപ്മെന്റുകള്, പിന്നെന്താണ് അതിനുവേണ്ട ബെഡ്സ് അറേഞ്ച്മെന്റുകൾ നടത്തും അല്ലേ? ആണോ? അല്ലെ? നമ്മ അങ്ങനെയല്ലേ കാണിക്കുന്നത്? ഇപ്പൊ കൊറോണ വന്നപ്പോഴ് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഒരു ഫെസിലിറ്റീസ് നമുക്ക് മതിയായോ? ചില ഹോസ്പിറ്റല്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റീസ് മതിയായോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ കമ്മ്യൂണിറ്റി ഹാള് പോലെയുള്ള ഹാളുകളൊക്കെ നമ്മ താൽക്കാലികമായിട്ട് ഹോസ്പിറ്റലായി നമ്മ ഷിഫ്റ്റ് ചെയ്ത് അല്ലേ? അറേഞ്ച് ചെയ്തു. സ്കൂളുകള് അല്ലെ? അപ്പൊ എന്താണ് അങ്ങനെ വന്ന ആ ഒരു പേഷ്യൻസിനുള്ള പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു സൊസൈറ്റിയിൽ അവർക്ക് അടിയന്തര പരിചരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഉടനടി ഫാസ്റ്റ് പെട്ടെന്ന് നടത്തൽ എന്താണ് അവിടുത്തെ എമർജൻസി കെയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് whenever a hospital or a healthcare facility is met by situation where it has to provide care to large number of patients in limited time which is beyond its normal capacity constitute a disaster for the said hospital. എന്താണ് നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞു, അവിടെ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് വരുന്നത്? ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസിനാണ് അല്ലെ നമ്മ കെയർ കൊടുക്കേണ്ടി വരുന്നത് അല്ലെ? ഇപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റലില് ചിലപ്പോ എന്താണ് നോർമൽ കേസിലാണെങ്കിൽ ചിലപ്പോ അവിടെ ഒരു 300 400 പേഷ്യന്റിനായിരിക്കും പരിചരണങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ 300 എന്നുള്ളത് ചിലപ്പോ 1000 ചിലപ്പോ 1500 ആവും അല്ലേ? അപ്പൊ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് കൂടും. അപ്പൊ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ്, അവർക്ക് വേണ്ട റിസോഴ്സുകൾ, അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവോ?
സ്റ്റാഫുകൾ ഉണ്ടാവില്ല, റിസോഴ്സുകൾ ഉണ്ടാവില്ല, അവർക്ക് കിടക്കാനുള്ള ബെഡ്സുകൾ ഉണ്ടാവില്ല, അല്ലെ, എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിലും ഒരു ഡിസാസ്റ്റർ, ഒരു ദുരന്തം വരാണ്, അല്ലെ, ഒരു ക്രൈസിസ് വരാണ്, അല്ലെ. കുറവായിരിക്കും, എല്ലാ സാധനങ്ങളും കുറവായിരിക്കും. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിലും ഒരു എന്താണ് ഡിസാസ്റ്റർ രൂപീകരിക്കപ്പെടുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കാലോ. A disaster for a hospital is a temporary lack of resources which is caused owing to sudden influx of unexpected patient load, അല്ലെ. അപ്പൊ എന്താണ് ഒരു ഡിസാസ്റ്റർ? ഹോസ്പിറ്റലിൽ എന്താണ് താൽക്കാലികമായിട്ടുള്ള റിസോഴ്സുകളുടെ അഭാവം ഉണ്ടാക്കുന്നുണ്ട്, അല്ലെ, ലാക്ക് ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ലാക്ക് ഉണ്ടാക്കുന്നത്? ആ ഒരു റിസോഴ്സുകളുടെ കുറവ് വരുത്തുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ്? അവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് കൊണ്ട്, അല്ലെ, കൂടുതൽ ആൾക്കാർ ഉള്ളത്, അല്ലെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു പേഷ്യൻസിന്റെ ഫ്ലോ വരുന്നത് കൊണ്ടല്ലേ. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്താണ് പേഷ്യൻസിന്റെ ആ ഒരു ഒഴുക്ക് വരുന്നത് കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്താണ് താൽക്കാലികമായിട്ട് റിസോഴ്സുകളുടെ, വിഭവങ്ങളുടെ അഭാവം അനുഭവപ്പെടുന്നു, ഇൻസഫിഷ്യന്റ് ആകുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ക്ലിയർ അല്ലേ? Hospital disaster management gives the opportunity to plan, prepare, and when needed enables a rational response in the event of disaster or mass casualty incident. MCA എന്ന് പറഞ്ഞാൽ mass casualty incident കേട്ടോ. അപ്പൊ ഇവിടെയാണ് ഇങ്ങനെ ഒരു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, MCAക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്ലാനിന്റെ ആവശ്യം വരുന്നത്, അല്ലെ. ഇങ്ങനെ ആ ഒരു ഒഴുക്ക് വരുമ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ചെയ്യാണ്ട് പേഷ്യൻസിന്റെ ഒഴുക്ക് വരുമ്പോഴല്ലേ നമുക്ക് ആ ഒരു ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്ലാൻ വരുന്നത്. അപ്പൊ എന്താണ് ഇങ്ങനെയൊരു എന്താണ് ഒഴുക്ക് വരുമ്പോൾ എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിന് എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം കിട്ടാണ്, അല്ലെ, എന്തിനു വേണ്ടിയിട്ട്? ആ ഒരു ഡിസാസ്റ്റർ എങ്ങനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാനും അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള ഇനേബിൾസ് ആയിട്ടുള്ള, അല്ലെ, അവർക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രതികരണം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിന് ഒരു അവസരം ലഭിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഡിസാസ്റ്റർ ആൻഡ് മാസ് കാഷ്വാലിറ്റീസ് can lead to great confusion and inefficiency in the hospital. അപ്പൊ ഒരുപാട് പേഷ്യൻസിനെ ഇപ്പൊ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ആ നോർമൽ കപ്പാസിറ്റിയിൽ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻസ് വരില്ലേ? പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് കൺഫ്യൂഷൻ വരും. അവർക്ക് ആകെ തിക്കും തിരക്കും ആയിരിക്കും. ആരെ നോക്കണം, എങ്ങനെ നോക്കണം, അല്ലെ, ആർക്കാണ് പെട്ടെന്ന് ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്, അല്ലെ, എവിടെ പോകണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് വരും. അപ്പൊ അവിടെ ഒരു ഇൻഎഫിഷ്യൻസി വരും, അല്ലെ, എപ്രാളം പിടിക്കും, അല്ലെ. അപ്പൊ എന്താണ് അവർക്ക് ശരിയായ രീതിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമോ? അപ്പൊ എന്താണ് അവിടെ ഒരു പോരായ്മ, അല്ലെ, ഇൻഎഫിഷ്യൻസി ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ വരുന്നു. ഓക്കെയാണോ? ഫലപ്രാപ്തി ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു കാര്യക്ഷമമില്ലായ്മ അവിടെ അനുഭവപ്പെടുന്നു. നെക്സ്റ്റ് പറയുന്നത് they can overwhelm the hospital resources, staffs, space and or supplies. എന്താണ് അവർക്ക് ആ ഒരു അവിടെയുള്ള ഇപ്പൊ നോർമൽ കപ്പാസിറ്റിയിലുള്ള ആ ഒരു ഹോസ്പിറ്റലിന്റെ റിസോഴ്സുകള്, സ്റ്റാഫുകള്, സ്പേസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈസുകളൊക്കെ അവർക്ക് മറികടക്കാൻ സാധിക്കാതെ വരുന്നു, അല്ലെ. അവർക്ക് ആ റിസോഴ്സുകൾ മാത്രം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകളെ മാത്രം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലുള്ള ആ ഒരു സ്പേസ് മാത്രം വെച്ചുകൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമോ?
ഇല്ല അല്ലെ. അപ്പൊ അവർക്ക് അത് ഓവർകം ചെയ്യാനായിട്ട് അല്ലെ മറികടക്കാൻ സാധിക്കാതെ വരുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് lack of any tangible plan to fall back upon in times of disaster leads to a situation where there are many sources of command, many leaders, and no united effort to solve the problem. നമ്മൾ എപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാല് അത് മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാൾ വേണം അല്ലെ. ശരിയായ ഗൈഡൻസ് തരാനും കമാൻഡുകൾ തരാനും. അതല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് ആ ഒരു പ്രവർത്തനം ശരിയായ രീതിയിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമോ? പലരിൽ നിന്നും പല അഭിപ്രായങ്ങൾ വരും അല്ലെ. ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് വരും, ടെൻഷനോ, പലരിൽ നിന്ന് പല നിർദ്ദേശങ്ങൾ വരും, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് സംഭവിക്കും അല്ലെ. അപ്പൊ എന്താണ് lack of any tangible plan അല്ലെ. ഒരു വ്യക്തമായ പ്ലാൻ ഇല്ലെങ്കിൽ, ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട്, ഒരു ക്രൈസിസ് വരുമ്പോൾ ഒരു വ്യക്തമായ ഒരു പ്ലാൻ ഇല്ലെങ്കിൽ അത് എന്തിലേക്ക് നയിക്കുന്നു? അപ്പോൾ in times of disaster leads to a situation where there are many sources of command അല്ലെ. കമാൻഡുകൾ, നിർദ്ദേശങ്ങൾ തരാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അല്ലെ. കമാൻഡ് കൊടുക്കാനായിട്ട് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെ. അവിടെ പോയി നോക്ക്, ഇവിടെ പോയി നോക്കുന്നൊക്കെ പറഞ്ഞാല് കമാൻഡുകൾ തരാൻ ഒരുപാട് ആളുകൾ, ഒരുപാട് സുപ്പീരിയർ ആവാനായിട്ട് അല്ലെ ഒരുപാട് സോഴ്സുകൾ, മെനി ലീഡേഴ്സ് അല്ലെ, ഒരുപാട് നേതാക്കൾ വരുന്നു. അപ്പൊ എന്താണ്, നമുക്ക് ഒരു യുണൈറ്റഡ് എഫേർട്ട് അല്ലെ, ഒരുപോലെ നിന്ന് കാണിട്ട് നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാതെ വരുന്നു. ഓക്കെ ആണോ? നമുക്കൊരു വ്യക്തമായ പ്ലാൻ ഉണ്ട്, ഇങ്ങനെ ചെയ്യണം എന്ന് വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് അല്ലെ. ആ ഒരു പ്ലാനിന്റെ ഒഴുക്കിനനുസരിച്ചായിരിക്കും അല്ലെ. പേഷ്യൻസിനെ കൊണ്ടുവരാം, ട്രയേജ് കൊടുക്കുക, ട്രീറ്റ്മെന്റ് കൊടുക്കുക, അവരെ ഓരോ ഏരിയാസിലേക്ക് നയിക്കുക. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ. അതല്ലെങ്കിൽ എന്താണ്, ഒരു വ്യക്തമായ പ്ലാൻ ഇല്ലെങ്കിൽ അവിടെ ഒരുപാട് കമാൻഡുകൾ, ഒരുപാട് ലീഡേഴ്സ് കൂടാതെ നമുക്ക് ഒരുപോലെ കൺഫ്യൂഷൻ ആയി പോകും അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് ഒരുമിച്ച് നിന്ന് ആ ഒരു പ്രശ്നം, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് therefore it is necessary that all hospitals plans have a primary features of defining the command structure in their hospital and to extrapolate it to a disaster scenario with well-defined job definitions once the disaster button is pushed. അപ്പൊ ഇവിടെയാണ് നമുക്ക് ആ ഒരു ഡിസാസ്റ്റർ പ്ലാനിന്റെ ഒരു ആവശ്യകത വരുന്നത്. അപ്പൊ എന്താണ്, ഈ ഡിസാസ്റ്റർ പ്ലാൻ അനുസരിച്ചായിരിക്കും നമ്മുടെ ഹോസ്പിറ്റൽ ഒരു എമർജൻസി ക്രൈസിസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ സംഭവിച്ചു കഴിയുമ്പോൾ അവിടുത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അവർക്ക് എന്താണ്, ഒരു കമാൻഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കും അല്ലെ, ഒരു ഘടന ഉണ്ടായിരിക്കും, അവർക്ക് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. കൂടാതെ നമ്മുടെ ഡിസാസ്റ്റർ ബട്ടൺ, ഒരാള് once the disaster button is pushed, അതായത് നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് അവർക്കൊരു അലേർട്ട് കിട്ടുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഓരോ ആളുകൾക്കും കൊടുത്തിരിക്കുന്ന ജോബ് അവർ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ചെയ്യും അല്ലെ. extrapolate it to disaster scenario with a well-defined job definition once the disaster button is pushed. നമ്മളിതിൽ ഇനിയും പഠിക്കുന്നുണ്ട് കേട്ടോ. ഓരോ നമ്മുടെ ഡിസാസ്റ്ററിൽ ഓരോ ആളുകൾ വരുന്നുണ്ട്. ആ ഒരു കമ്മിറ്റിയില്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയില് ഓരോരുത്തർ ഉത്തരവാദിത്തങ്ങൾ പഠിക്കുന്നുണ്ട്. കൂടാതെ ഓരോ ഏരിയ തിരിച്ച് ചെയ്തിട്ട് അവർക്ക് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ള മാനുവൽസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ മാനുവൽസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ ഏരിയാസിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ അവരതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം അല്ലേ. ആണോ? അപ്പൊ എന്താണ്, ഒരു ഡിസാസ്റ്റർ ബട്ടൺ പുഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല്, ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് പേഷ്യൻസിനെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള ഒരു
ഇത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അലേർട്ട് ജാഗ്രത അവർക്ക് കിട്ടിക്കഴിഞ്ഞാല് ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടീസ് അല്ലെ അവരുടെ ഉത്തരവാദിത്തങ്ങള് ശരിയായ രീതിയിൽ നിർവഹിക്കുന്നു. ഓക്കെയാണോ? ഓക്കെയാണോ എല്ലാവർക്കും? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ